ഹായ് ഓൾ, ഇൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ യൂണിയൻ ബഡ്ജറ്റിൻ്റെ ഒന്നാം ഭാഗം ഡിസ്കസ് ചെയ്തിരുന്നു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഓർത്തിരിക്കേണ്ട, യൂണിയൻ ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഓർത്ത് വയ്ക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലാസ്സിൽ ഭാഗം 2-ലും നമ്മളെന്താണ് അതേപോലുള്ള പോയിന്റുകളാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അന്ന് 2 എൻജിൻസ് ആണ് അന്ന് ഡിസ്കസ് ചെയ്തത്. അന്ന് അഗ്രികൾച്ചറും MSME നമ്മളന്ന് ഡിസ്കസ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്, എക്സ്പോർട്ട് പോലെയുള്ള എന്താണ് ആ ഒരു രീതിയിലേക്കുള്ള എൻജിൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അലോക്കേഷൻ, പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങൾ, ചെലവ് മാർഗ്ഗങ്ങൾ, പുതിയ ഇൻകം ടാക്സ് സ്ലാബ്, ഇവയൊക്കെ എന്ത് ചെയ്യാം, ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി യൂണിയൻ ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ ഈ സെഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് ആദ്യമായിട്ട് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് അർബൻ ചലഞ്ച് ഫണ്ട്. ഓക്കെ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിറ്റികളെ ക്രിയേറ്റീവ് ഗ്രോത്ത് ഹബ്ബുകളാക്കി മാറ്റുക. എന്താക്കി മാറ്റുക? ക്രിയേറ്റീവ് ഗ്രോത്ത് ഹബ്ബുകളാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിൽ 1 ലക്ഷം കോടി രൂപ മുതൽ മുടക്കിൽ, എത്ര ലക്ഷം കോടി രൂപ മുടക്കിൽ? 1 ലക്ഷം കോടി രൂപ മുതൽ മുടക്കിലാണ് ഇന്ന് നിലവിൽ വരുന്നത് അർബൻ ചാലഞ്ച് ഫണ്ട് വരുന്നത്. ഓക്കെ, അർബൻ ചാലഞ്ച് ഫണ്ട് നിലവിൽ വരുന്നത്. ഓക്കെ, സിറ്റികളെ എന്താക്കി മാറ്റുക? ഗ്രോത്ത് ഹബ്ബുകളാക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നെ ഈ നഗരങ്ങളിൽ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഉറപ്പുവരുത്തുന്നതിന് അഡീഷണൽ ആയിട്ട് ഒരു 10,000 കോടി രൂപയും കൂടെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യക്ഷേമ പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ. 2019 തുടങ്ങിയ ജൽ ജീവൻ മിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എല്ലാ ഭവനങ്ങളിലും എന്ത് ചെയ്യുക? ടാപ്പിലൂടെ ശുദ്ധജലം എത്തിക്കുക. ഒരു വ്യക്തിക്ക് ഒരു ദിവസം മിനിമം 55 ലിറ്റർ ശുദ്ധജലം എന്നുള്ള രീതിയിൽ, അതായത് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് 55 ലിറ്റർ ശുദ്ധജലം എന്നുള്ള രീതിയിൽ ശുദ്ധജലം എത്തിക്കുന്ന പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ. ആ ജൽ ജീവൻ മിഷൻ 2025 അത് ക്ലോസ് ചെയ്യുന്നത് എങ്കിൽ 2025 അത് നിർത്തലാക്കുമ്പോൾ ഗവൺമെന്റ് ഡേറ്റ അനുസരിച്ച് ഏകദേശം 80% ആസ്പിരന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളും ഇത് പൂർത്തിയായിട്ടുണ്ട്. ബാക്കി പൂർത്തിയാക്കാനായിട്ട് ജൽ ജീവൻ മിഷൻ എന്നുവരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്? 2028 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2025 ഏപ്രിൽ 1 മുതൽ 2028 മാർച്ച് 31 വരെ ഈ പദ്ധതിക്കായിട്ട് 67,000 കോടി രൂപയാണ് ചെലവാക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാരിടൈം ഡെവലപ്മെന്റ് ഫണ്ട്. മാരിടൈം ഡെവലപ്മെന്റ് ഫണ്ടിൽ ഗവൺമെന്റിന്റെ വിഹിതമായിട്ടുള്ള 49%, അതായത് 25,000 കോടി രൂപ മാറ്റി വെച്ചിരിക്കുകയാണ്. അതായത് നമുക്കറിയാം മാരിടൈം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ പോർട്ടുകൾ, ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ, ഇതിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ഈ പരിപാടി പ്രധാനമായിട്ടും ചെയ്യുന്നത് ആരാണ്? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലാണ്. പ്രധാനമായിട്ടും പ്രൈവറ്റ് എൻറ്റിറ്റീസിനാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. അപ്പോൾ 25,000 കോടി രൂപയാണ് ഇവിടെ ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ IIT-കൾ, ഇന്ത്യയിൽ ഏകദേശം 25 IIT-കൾ എണ്ണം 25 ആണെന്ന് നമുക്കറിയാമല്ലോ. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് 25 എണ്ണമാണ്. 23 ഇന്ത്യയിലാണ് പ്രവർത്തിക്കുന്നത്. 2 വിദേശ IIT-കളും ഉണ്ട്. ടാൻസാനിയയിലും ഉണ്ട്, അതേപോലെ തന്നെ അബുദാബിയിലും ഉണ്ട് IIT. അപ്പോൾ ഇത്രയും IIT-കളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പണം അനുവദിക്കുന്നതോടൊപ്പം തന്നെ 6,500 സീറ്റുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ IIT ആസ്പിരൻസിന് വളരെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്ന ഒരു വാർത്തയാണ്. 6,500 സീറ്റുകൾ എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. അതേപോലെ തന്നെ IIT-കൾ, IIS ഇവിടെയൊക്കെ പഠിക്കുന്ന 10,000 കുട്ടികൾക്ക് പുതുതായിട്ട് ഈ വർഷം എന്ത് ചെയ്യുന്നു? ഫെലോഷിപ്പ് ഏർപ്പെടുത്തുന്നു എന്ന കാര്യവും ഈ ബഡ്ജറ്റിൽ പ്രധാനമായിട്ട് വരുന്നു. അതുപോലെ തന്നെ ഡേ കെയർ ക്യാൻസർ സെന്റേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ജില്ലാ ആശുപത്രികളിലും അടുത്ത 3 വർഷം കൊണ്ട് 2028 ആവുമ്പോഴത്തേക്ക് എന്ത് സ്ഥാപിക്കും? ഡേ കെയർ ക്യാൻസർ സെന്റേഴ്സ് സ്ഥാപിക്കും. അതിനകത്ത് ഈ വർഷം തന്നെ 2025-26 സാമ്പത്തിക വർഷത്തിൽ 200 എണ്ണം നിലവിൽ വരും. അപ്പം അടുത്ത 3 വർഷം കൊണ്ട് ഇന്ത്യയിലെ എല്ലാ ജില്ലാ ആശുപത്രികൾക്കും എന്തുണ്ടായിരിക്കും? ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പം ആരോഗ്യപരമായി വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മളുടെ കേരളം, അല്ലെ? ഈ കേരളത്തിൽ 14 ജില്ലാ ആശുപത്രികളാണ് ഉള്ളത്. എന്നാൽ 14 ജില്ലാ ആശുപത്രികളിലും നമുക്ക് എന്തില്ല? ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ഇല്ല. റീജിയണൽ ക്യാൻസർ സെന്റേഴ്സിനെയാണ് കൂടുതൽ ജനങ്ങൾ എന്ത് ചെയ്യുന്നത്? ആശ്രയിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ആരോഗ്യ പരിസ്ഥിതിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് നമുക്ക് ഈ പറയുന്ന 14 ജില്ലകളിൽ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ ഇതിന്റെ അളവ് ഇതിലും കുറയുമെന്ന് കാണാനായിട്ട് കഴിയും. ക്യാൻസർ രോഗം അഫോർഡബിൾ ആകുക, അതായത് സൗജന്യമായിട്ടോ സൗജന്യ നിരക്കിൽ എല്ലാവർക്കും ലഭ്യമാകുക
ലഭ്യമാക്കുക. അതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാ ഏകദേശം 800ഓളം ജില്ല അടുത്ത് വരുന്ന നമ്മുടെ രാജ്യത്ത് ഭൂരിഭാഗം ജില്ലകൾ ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം 60% 480നും 500നും ഇടയ്ക്കുള്ള ഡേ കെയർ ക്യാൻസർ സെന്റേഴ്സ് ആണ് നിർമ്മിക്കേണ്ടി വരിക. അപ്പം ആരംഭിക്കേണ്ടി വരിക. അപ്പോൾ ഈ വർഷം തന്നെ 200 വരുന്നു. അപ്പം ഈ 3 വർഷം കൊണ്ട് 200 3 വർഷം കൊണ്ട് ആണ് പൂർത്തിയാക്കുന്നത്. ഒരു വർഷം തന്നെ 200 എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ഏകദേശം ആവറേജ് 600ന്റെ അടുത്തുള്ള നമ്പറിലേക്ക് ഇത് ഉണ്ടാകും എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ വർഷം 200 ടോട്ടൽ പൂർത്തിയാക്കുന്നത് 2028 ആകുമ്പോഴേക്കായിരിക്കും ഇത് പൂർത്തിയാവുക. ഓക്കെ. അതുപോലെ തന്നെ ഭാരതീയ ഭാഷാ പുസ്തക സ്കീമിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ എല്ലാ സ്കൂൾ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ പുസ്തകങ്ങളുടെയും ഒരു ഡിജിറ്റൽ വേർഷൻ ലഭിക്കുന്നു. അതുപോലെ തന്നെ ന്യൂക്ലിയർ എനർജി മിഷൻ ഫോർ വികസിത് ഭാരതിന്റെ ഭാഗമായിട്ട് 20,000 കോടി രൂപ മുതൽ മുടക്കി ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു 5 SMR അതായത് സ്മാൾ മോഡുലാർ റിയാക്ടേഴ്സ് പ്രവർത്തനം ആരംഭിക്കും. ഈ 5 എണ്ണം പ്രവർത്തനം ആരംഭിക്കുന്നത് 2033 ഏത് വർഷമായിരിക്കും? 2033 ഉദാൻ സ്കീമിന്റെ ഭാഗമായി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് 120 പുതിയ ഡെസ്റ്റിനേഷനിലേക്ക് റീജിയണൽ കണക്ടിവിറ്റി അതായത് റീജിയണൽ ആയിട്ടുള്ള എയർപോർട്ടുകളും എയർ സർവീസുകളും ആരംഭിക്കുന്നതാണ്. അപ്പം 4 കോടി പുതിയ പാസഞ്ചേഴ്സിന് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് 4 കോടി പാസഞ്ചേഴ്സിനെ പുതുതായിട്ട് അടുത്ത 10 വർഷം കൊണ്ട് 2035 ആകുമ്പോഴത്തേക്ക് റീജിയണൽ കണക്ടിവിറ്റിയുടെ ഭാഗമായി എയർപോർട്ടുകളിലേക്ക് എത്തിക്കാമെന്ന് കരുതുന്നു. ഒരു ഗ്രീൻഫീൽഡ് എയർപോർട്ട് ബീഹാറിൽ ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പാട്നയിൽ വിദ്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ബ്രൗൺ ഫീൽഡ് എയർപോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പാട്ന എയർപോർട്ട് വികസിപ്പിക്കുന്നതോടൊപ്പം തന്നെ ബീഹാറിന് ഒരു ഗ്രീൻഫീൽഡ് എയർപോർട്ടും അതുപോലെ ബ്രൗൺ ഫീൽഡ് എയർപോർട്ടും വിദ്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വെസ്റ്റേൺ കോസി കനാൽ പ്രൊജക്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ത് ചെയ്യുന്നു? നൽകുന്നു. മനസ്സിലായല്ലോ. വെസ്റ്റേൺ കോസി കനാൽസിന് വേണ്ടി ബീഹാറിന് വേണ്ടി പ്രത്യേകം ഒരു സംവിധാനം വരുന്നുണ്ട്. അത് മിഥാജിക്കൽ ബീഹാറിൽ എന്ത് ചെയ്യുകയാണ്? ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ. ടൂറിസത്തിന് വേണ്ടി പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായിട്ട് വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 50 ടൂറിസം ഡെസ്റ്റിനേഷൻസ് ആരംഭിക്കാൻ തീരുമാനിക്കുന്നു. എത്ര പുതിയ ടൂറിസം ഡെസ്റ്റിനേഷൻ ആരംഭിക്കാൻ തീരുമാനിക്കുന്നു? 50 പുതിയ ടൂറിസം ഡെസ്റ്റിനേഷൻസ് ആരംഭിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അതിനോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടൂറിസ്റ്റ് സെന്റേഴ്സ് സ്ഥാപിക്കാനായിട്ട് അതായത് നമ്മുടെ ഈ ഹോട്ടൽസ് സ്ഥാപിക്കുന്ന ഹോം സ്റ്റേസ് ഉണ്ടല്ലോ, ഹോം സ്റ്റേസ് സ്ഥാപിക്കാനായിട്ട് മുദ്രാ ലോൺ ലഭ്യമാക്കും എന്നുള്ള പുതിയൊരു പ്രഖ്യാപനവും കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഹോം സ്റ്റേസ് നമുക്കറിയാം, നമ്മുടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം ഹോം സ്റ്റേസ് നമുക്ക് കാണാൻ കഴിയും. ഇനി ഹോം സ്റ്റേസ് തുടങ്ങുവാനോ റിനോവേറ്റ് ചെയ്യാനോ 10,000 രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന മുദ്രാ ലോൺ നമുക്ക് ലഭ്യമാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ടൂറിസം മിനിസ്ട്രിക്ക് 2541.06 കോടി രൂപ ഈ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നാലാമത്തത് ഏറ്റവും അവസാനത്തോട്ടുള്ള എഞ്ചിനാണ് പ്രൊമോഷൻ ഓഫ് എക്സ്പോർട്ട് പ്രൊമോഷൻ ഓഫ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഒരു എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷൻ മിനിസ്ട്രി ഓഫ് കോമേഴ്സ് MSME ഫിനാൻസുമായി ചേർന്ന് ആരംഭിക്കുമെന്ന് പറയുന്നു. അതേപോലെ തന്നെ ഒരു യൂണിഫൈഡ് ഡിജിറ്റൽ പോർട്ടൽ ആരംഭിക്കുന്നു. ആ പോർട്ടലിന്റെ പേര് ഭാരത് ട്രേഡ് നെറ്റ് എന്നാണ്. എന്താണ് പ്രത്യേകത? ഇന്റർനാഷണൽ ട്രേഡ് ഡോക്യുമെന്റേഷൻസും ഫിനാൻഷ്യൽ സൊല്യൂഷൻസും ഒക്കെ വേഗമാക്കാനായിട്ടുള്ള യൂണിഫൈഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഭാരത് ട്രേഡ് നെറ്റ്. എന്താണ് പേര്? ഭാരത് ട്രേഡ് നെറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിന്റെ വാർത്ത 2250 കോടി രൂപയാണ് അതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ആ പത്രവാർത്തയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഓക്കെ. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് എന്ന് പറയുന്നത് പുതിയ ഇൻകം ടാക്സ് സ്ലാബുകൾ എന്ന് പറയുന്നത്. എന്താണ് ഇൻകം ടാക്സ് സ്ലാബുകൾ എന്ന് പറയുന്നത്? അപ്പം പുതിയ ഇൻകം ടാക്സ് സ്ലാബ് പ്രകാരം 0 മുതൽ 4 ലക്ഷം രൂപ വരെ നമുക്ക് നികുതി കൊടുക്കേണ്ടതില്ല. 4 മുതൽ 8 ലക്ഷം രൂപ വരെ 5%, 8 മുതൽ 12 ലക്ഷം രൂപ വരെ 10%, 12 മുതൽ 16 ലക്ഷം രൂപ വരെ 15%, 16 മുതൽ 20 ലക്ഷം രൂപ വരെ 20%, 20 മുതൽ 24 ലക്ഷം രൂപ വരെ 25%, എബവ് 24 lakh 30%. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഇൻകം ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് അത് 30%. എത്ര ശതമാനമാണ്? 30%. 12 ലക്ഷം രൂപ വരെ സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയീസ് അടയ്ക്കേണ്ട നികുതി 12 ലക്ഷം രൂപ വരെ സാലറീഡ് ആയിട്ട് അടയ്ക്കേണ്ടുന്ന നികുതി ഏകദേശം 60,000 രൂപ എന്ത് ചെയ്യുകയാണ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷന്റെ ഭാഗമായിട്ട് കുറച്ച് നൽകുമ്പോൾ പ്രാക്ടിക്കലി
12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ എന്തടക്കേണ്ടി വരത്തില്ല, നികുതി അടക്കേണ്ടി വരത്തില്ല. അതിനുശേഷം അതായത് ആ 12 ലക്ഷത്തിന് ലിമിറ്റിന് ശേഷം വരുന്ന എമൗണ്ടുകൾക്ക് എന്ത് അടക്കേണ്ടി വരും, നികുതി അടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നോ ഇൻകം ടാക്സ് ഫോർ ആനുവൽ ഇൻകം അപ് ടു 12 lakhs എക്സ്റ്റെൻഡഡ് അപ് ടു 12.75 lakhs ഫോർ സാലറീഡ് ടാക്സ് പേയേഴ്സ് വിത്ത് ഡിഡക്ഷൻ. അതുപോലെ തന്നെ TDS ഓൺ റെന്റ്, അതായത് റെന്റ് റിസീവ് ചെയ്യുന്നതിന്റെ ഭാഗമായി TDS ഫയൽ ചെയ്യുന്നതിന്റെ അത് 2.4 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട്. 36 ലൈഫ് സേവിംഗ് ഡ്രഗ്സുകളുടെ എന്ത് ചെയ്തിട്ടുണ്ട്, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എടുത്തു കളഞ്ഞു. അതുകൊണ്ട് അതിന്റെ എന്ത് ചെയ്യുന്നു, വില കുറയും. ഓക്കെ, ക്യാൻസർ, ക്രോണിക്, റയർ ഡിസീസിന് ഉപയോഗിക്കുന്ന 36 മരുന്നുകളുടെ എന്ത് ചെയ്തിട്ടുണ്ട്, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ലാഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ സോഷ്യൽ സർവീസ് ആൻഡ് ഇൻക്ലൂഷന്റെ ഭാഗമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ PM സ്വാനിധി സ്കീമിന്റെ ഭാഗമായിട്ട്, അതായത് ഈ സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് PM സ്വാനിധി സ്കീം. അവർക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് 30,000 രൂപ വരെയുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. ജിഗ് വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഇശ്രം പോർട്ടൽ, അതായത് അൺഓർഗനൈസ്ഡ് സെക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലാണ് ഇശ്രം പോർട്ടൽ. അവിടെ ജിഗ് വർക്കേഴ്സിന്റെ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആക്കുന്നു. അതുപോലെ തന്നെ PM ജൻ ആരോഗ്യ യോജന വഴി അപ്പോൾ ഏകദേശം 5 ലക്ഷം രൂപ വരെ അവർക്ക് ആരോഗ്യ പരിപാലനത്തിനുമായിട്ട് ഇൻഷുറൻസ് ആയിട്ട് ലഭിക്കുന്നു. അതുപോലെ തന്നെ അഡൽട്ട് ടിങ്കറിംഗ് ലാബുകൾ 50,000 എണ്ണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് അടുത്ത 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും ആരംഭിക്കുന്ന കമ്പ്യൂട്ടർ ലാബുകളാണ് അഡൽട്ട് ടിങ്കറിംഗ് ലാബുകൾ എന്ന് പറയുന്നത്. എന്താണ് അഡൽട്ട് ടിങ്കറിംഗ് ലാബുകൾ എന്ന് പറയുന്നത്? ഓക്കെ, അതേപോലെ തന്നെ എന്താണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ 10,000 പുതിയ മെഡിക്കൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 5 വർഷം കൊണ്ട് 75,000 സീറ്റുകളാണ് വർദ്ധിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എന്ത് ചെയ്യുന്നു, പറയുന്നു. ഫിനാൻഷ്യൽ സെക്ടർ റിഫോർമേഷന്റെ ഭാഗമായിട്ട് ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോറുകൾ വരുന്നു. അതായത് നമുക്കറിയാലോ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിൽ ഒക്കെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം പൊതുവേ ഇപ്പോൾ ചെയ്യുന്ന ഒരു മാനദണ്ഡം എന്തുവാ, അവർക്ക് 2 ലക്ഷം രൂപ ലോണായിട്ട് അനുവദിക്കുന്നു സർക്കാർ. 10 അംഗങ്ങളുണ്ട്, 10 പേരും എന്ത് ചെയ്യുന്നു, 20,000 രൂപ വെച്ചങ്ങ് എടുക്കും. ഇനി അങ്ങനെയല്ല, എന്താണ് ഫോർമൽ ക്രെഡിറ്റ് ഫെസിലിറ്റി എന്നതിന്റെ ഭാഗമായിട്ട് ഒരു എന്താ പറയുക, ഒരു എന്താണ് നമ്മളിപ്പോൾ പറയത്തില്ലേ സിബിൽ സ്കോർ, അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതലായിട്ട് നൽകുക. അതിന്റെ ഭാഗമായിട്ട് സിബിൽ സ്കോറിന്റെ മാതൃകയിൽ ഒരു ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ വരികയാണ്. ജൻ വിശ്വാസ് ബില്ലിന്റെ ഭാഗമായിട്ട് 100-ലധികം വരുന്ന നിയമങ്ങൾ എന്ത് ചെയ്യുന്നു, ബിസിനസിന്റെ ഭാഗമായിട്ടുള്ള നിയമങ്ങൾ എന്ത് ചെയ്യുന്നു, നിശ്ചയിക്കും. അതായത് കൂടുതൽ ബിസിനസിന്റെ ഭാഗമായിട്ട് പുനർനിശ്ചയിക്കുമെന്ന് പറയുന്നു. അതേപോലെ തന്നെ സാമിക് ഫണ്ട് 15,000 കോടി രൂപയുടെ ഫണ്ട് എന്തിനുണ്ട്, 1 ലക്ഷത്തോളം ഡെല്ലിംഗ് യൂണിറ്റുകൾ നിർമ്മിക്കാനായിട്ട് മാറ്റിവെക്കുന്നു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം FDI 100% FDI ലിമിറ്റ് ഇൻ ഇൻഷുറൻസ് സെക്ടർ എത്ര ശതമാനമായിട്ട് ഉയർത്തി, 100% ഉയർത്തി. ഒരു പാർഷ്യൽ ക്രെഡിറ്റ് എൻഹാൻസ്മെന്റ് ഫെസിലിറ്റി നാപ്ഫിറ്റിന്റെ ഭാഗമായിട്ട് കോർപ്പറേറ്റ് ബോണ്ട്, അതായത് വികസന പദ്ധതികൾക്ക് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് കൂടുതൽ ശക്തമാക്കാനായിട്ട് ഒരു പാർഷ്യൽ ക്രെഡിറ്റ് എൻഹാൻസ്മെന്റ് ഫെസിലിറ്റി വരുന്നു. സോ വലിയ വലിയ പ്രഖ്യാപനങ്ങളെല്ലാം ബഡ്ജറ്റിനകത്തുണ്ട്. അതേപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ഇൻഡെക്സ് വരികയാണ്. അതായത് സംസ്ഥാനങ്ങളിൽ എത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻഡെക്സുകൾ ഉണ്ടാകുന്നു, ആ ഇൻഡെക്സുകളുടെ അടിസ്ഥാനത്തിൽ അവർ തമ്മിൽ എന്താണ് ഒരു മത്സരം കൂടുതൽ. നമുക്കറിയാലോ ഈ ഒരു ഇൻഡെക്സ് വന്നതിന് ശേഷം നമുക്കറിയാം ഒരുപാട് സംസ്ഥാനങ്ങൾ ഗ്ലോബൽ സബ്മിറ്റുകൾ, ഇൻവെസ്റ്റ്മെന്റ് സബ്മിറ്റുകൾ വരുന്നു. ഓരോ വർഷവും ആ സബ്മിറ്റിന് ശേഷം എത്രത്തോളം ആൾക്കാർക്ക്, എത്രത്തോളം സംസ്ഥാനങ്ങൾ എന്ത് ചെയ്തു, ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുന്നു, പ്രൊക്വയർ ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇൻഡെക്സ് വരും. അപ്പോൾ എന്ത് ചെയ്യും, ഈ വർഷം പുറകെ പോയിട്ടുള്ള ആൾക്കാർ അടുത്ത വർഷം മുന്നിൽ വരാനായിട്ട് എന്ത് ചെയ്യും, വരും. അതെന്താണ് ഒരു ഫ്രണ്ട്ലി കോമ്പറ്റീഷൻ ആയിട്ട് മാറും. റെഗുലേറ്ററി റിഫോംസ് നടപ്പാക്കാനായിട്ട് ഒരു ഹൈ ലെവൽ കമ്മിറ്റിയെ രൂപീകരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ 2025-26 ബഡ്ജറ്റിലെ എസ്റ്റിമേറ്റഡ് റെസീപ്റ്റ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ വരുമാനം. ആ വരുമാനം ഇവിടുത്തൊക്കെയാണ് ലഭിക്കുന്നത്. 2025-26 ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് തന്നെയാണ്, കടമെടുപ്പ് തന്നെയാണ്. ആകെ വരുമാനത്തിന് 24% ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് തന്നെയാണ്. ഇൻകം ടാക്സ് ആണ് ടാക്സിലെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്. ആകെ വരുമാനത്തിന് 22% ഇൻകം ടാക്സിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. GST ആൻഡ് അതർ ടാക്സസ് 18%. GST ആൻഡ് അതർ ടാക്സസ് എത്ര ശതമാനമാണ്, 18%. കോർപ്പറേറ്റ് നികുതി 17%. ഓക്കെ, ഈ പറയുന്ന അണ്ടർലൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നോക്കുക. GST 18%, ഇൻകം ടാക്സ് 22%, ഏറ്റവും വലുത് ഏതാണ്, ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് ആണ്. ഇങ്ങനെ നമ്മൾ എടുക്കുന്ന തുക
അല്ലെങ്കിൽ നമ്മുടെ വരുമാനം ചെലവാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ 22% വരുന്ന സെൻട്രൽ ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ആണ് ഏറ്റവും വലിയ ചെലവിനം. രണ്ടാമത്തെ ഏറ്റവും വലിയ ചെലവിനം ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്, അല്ലേ? രണ്ടാമത്തെ ഏറ്റവും വലിയ ചെലവിനം ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്. അതേപോലെ തന്നെ സെൻട്രൽ സെക്ടർ സ്കീമുകൾക്ക് 16%, സെൻട്രലി സ്പോൺസേർഡ് സ്കീമുകൾക്ക് 8% ചിലവാകുന്നു. മേജർ സബ്സിഡികൾക്ക് 6% ചിലവാകുമ്പോൾ ഡിഫൻസ് മേഖല 8%, ഡിഫൻസ് മേഖല 8% ലക്ഷ്യം വെക്കുന്നു. ഓക്കെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചിലവിനങ്ങൾ എന്നത്. അപ്പോൾ ചെലവിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് സ്റ്റേറ്റ് ഓഫ് ഷെയർസ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ടാക്സസ് ആണ് വരുന്നത്. ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് 20% എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട എക്സ്പെൻഡിച്ചർ നോക്കി കഴിഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 50.65 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ ബഡ്ജറ്റിൻ്റെ. 50.65 ലക്ഷം കോടി രൂപയാണ്. 50,65,345 കോടി രൂപയാണ്. അത് ഡിഫൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലയോ? 4,91,732 കോടി രൂപയാണ് രാജ്യത്തിൻ്റെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, റൂറൽ ഡെവലപ്മെൻറ്റിന് 2,66,817 കോടി രൂപ മാറ്റി വച്ചിരിക്കുന്നു. ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് 12,76,338 കോടി രൂപയാണ് വരുന്നത്. ഓരോ മേഖലകളും നമുക്ക് അങ്ങനെ കാണാനായിട്ട് കഴിയുന്നു. നോർത്ത് ഈസ്റ്റ് ഡെവലപ്മെന്റിന് 5,915 കോടി രൂപ. ഇപ്പം മണിപ്പൂരിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ആ മേഖലയിൽ കുറച്ച് കൂടുതൽ തുക മാറ്റി വെച്ചിട്ടുണ്ട്. 5,915 കോടി രൂപ അതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ വർഷത്തെ നമുക്ക് എസ്റ്റിമേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് 4.8%. ഈ വർഷത്തെ നമ്മുടെ എസ്റ്റിമേറ്റ്, അതായത് 2025-26 നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ് GDPയുടെ 4.4%. 2024-25 നമ്മുടെ ടോട്ടൽ റെസീപ്റ്റ്സ്, അതായത് ബോറോയിങ്സ് ഇല്ലാതെ, കടമെടുപ്പില്ലാതെ 31.47 ലക്ഷം കോടി രൂപയായിരുന്നു. അതേപോലെ തന്നെ ടാക്സ് റെസീപ്റ്റ് 25.57 ലക്ഷം കോടി രൂപയായിരുന്നു. ടോട്ടൽ എക്സ്പെൻഡിച്ചർ 47.16 ലക്ഷം കോടി രൂപയായിരുന്നു. അതാണ് 47.16 ലക്ഷം കോടി രൂപയാണ് ഇത്തവണ 50.65 ലക്ഷം കോടി രൂപയായിട്ട് ഉയർന്നിട്ടുള്ളത്. ഈ വർഷത്തെ നമ്മുടെ എസ്റ്റിമേറ്റ് നോക്കിക്കഴിഞ്ഞാൽ, അല്ലേ, ടോട്ടൽ റെസീപ്റ്റ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 34.96 ലക്ഷം കോടി രൂപയാണ്. കോട്ടെ, മനസ്സിലായല്ലോ? അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ 50.65 ലക്ഷം കോടി രൂപയായി. ഓക്കെ, ഇതാണ് ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട ഫിഗേഴ്സ്. അപ്പം റുപ്പീസ് കം ഫ്രം, അതുപോലെ റുപ്പീസ് ഗോസ് ടു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കണ്ടന്റ് ആണ്. ഈ 2 കണ്ടന്റുകളും കൂട്ടുകാർ എന്ത് ചെയ്തിരിക്കണം, വളരെ വിശദമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ബഡ്ജറ്റിൽ ആസ് എ ഹോൾ നമ്മളൊന്ന് ഓടിച്ചു നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ 2ാം പാർട്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതിൻ്റെ 1ാം പാർട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് പഠിക്കാനായിട്ട് നോക്കുക. പിന്നീട് ബഡ്ജറ്റിനെ സംബന്ധിച്ച് ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജ് ആയിരിക്കും ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനെ സംബന്ധിച്ച് എൻട്രി ആപ്പിൽ ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള ക്ലാസ്സുകളും ഡെയിലി ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും വീക്ക്ലി റിവ്യൂ, മന്ത്ലി റിവ്യൂ, പ്രത്യേക റെക്കോർഡഡ് വീഡിയോ, ലൈവ് ക്ലാസ്സുകളെല്ലാം ഉണ്ടായിരിക്കും. പിന്നെ നമ്മളുടെ പരീക്ഷകളെ സംബന്ധിച്ചോ കോഴ്സുകളെ സംബന്ധിച്ചോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒട്ടും ചിന്തിക്കേണ്ട. നമ്മുടെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ് ടീമിനെ ഈ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, ബന്ധപ്പെടുക. നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് അഡ്വൈസ് നൽകുന്നതായിരിക്കും. അപ്പോൾ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത കുട്ടികൾ ഉറപ്പായിട്ടും ഡൗൺലോഡ് ചെയ്ത് ഞങ്ങളോടൊപ്പം എൻട്രി ആപ്പിനോടൊപ്പം പഠനം ആരംഭിക്കുക. അപ്പം 2025 എന്ന് പറയുന്ന വർഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ചെയ്യപ്പെട്ട ജോലിയിലേക്ക് എത്താനായിട്ട് എൻട്രി ആപ്പ് നിങ്ങളോട് ഒപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ യൂണിയൻ ബഡ്ജറ്റ് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ട് വഹിക്കും. നമ്മുടെ എക്സാമിനേഷൻ ജനറൽ അവയർനെസ്സിൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് പങ്ക് നമ്മുടെ യൂണിയൻ ബഡ്ജറ്റിനുണ്ടായിരിക്കും. അപ്പോൾ യൂണിയൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കണ്ടന്റുകൾ ഇതേപോലെ തന്നെ പഠിച്ച് മനസ്സിലാക്കി കൊണ്ടുപോവുക. വീണ്ടും കാണാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇറ്റ്സ് മീ വിശ്വനാഥ് സൈനിങ് ഓഫ് ഫ്രം എൻട്രി ആപ്പ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്ക് അത് നിശ്ചയമായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക. താങ്ക്